ഹായ് ഹലോ നമസ്കാരം. പേജ് 3 അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. LP-UP മാരത്തോൺ എന്ന് പറയുന്ന നമ്മുടെ സീരീസിലെ ഒരു പുതിയ ക്ലാസ്സുമായിട്ട് വന്നതാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നത് സയൻസിൻ്റെ ഭാഗത്തുനിന്ന് ഉള്ള കുറച്ച് ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. റിവിഷൻ എന്ന പോലെ നിങ്ങൾ എന്ത് ചെയ്തു ഒന്ന് ചെയ്ത് നോക്കണം. എന്നിട്ട് തെറ്റുണ്ടെങ്കിൽ ആ പഠിച്ച ഭാഗമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, ആ ഭാഗം ഒന്നുകൂടി ഒന്ന് കവർ ചെയ്ത് നോക്കുക, ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക. പരീക്ഷ മുൻപിലുണ്ട്, ഉഴപ്പാതെ എന്ത് ചെയ്യുക, നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നേരെ പോവുകയാണ്. കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമ്മൾ ഇന്നും വന്നിട്ടുള്ളത്. ആദ്യത്തെ ചോദ്യം നോക്കുക, തെറ്റായ ജോഡി കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതേപോലെ തന്നെ ഉള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് വരുന്നതാണ്. തെറ്റായ ജോഡി കണ്ടെത്തുക. നാവികരുടെ പ്ലേഗ് സ്കർവി, വൈറ്റ് പ്ലേഗ് ക്ഷയം, എലിഫന്റിയാസിസ് മന്ത്, ചതുപ്പ് രോഗം കോളറ. ഇതിലേതാണ് തെറ്റായ ജോഡി എന്നുള്ളതാണ് ചോദ്യം അല്ലേ. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്നത് എന്താണ്? സ്കർവിയാണ്. അപ്പോൾ അത് കറക്റ്റാണ്. വൈറ്റ് പ്ലേഗ് എന്നറിയപ്പെടുന്നത് എന്താണ്? ക്ഷയം. അതും ശരിയാണ്. എലിഫന്റിയാസിസ് എന്ന് പറയുന്നത് മന്ത് രോഗമാണ്. ചതുപ്പ് രോഗം കോളറ. ഇതിൽ ഏതാണ് തെറ്റ്? ഇതിൽ നാവികരുടെ പ്ലേഗ് എന്നുള്ളത് കറക്റ്റാണ്, സ്കർവിയാണ്. വൈറ്റ് പ്ലേഗ് ക്ഷയമാണ്, അതും കറക്റ്റാണ്. എലിഫന്റിയാസിസ് എന്ന് പറയുന്നത് മന്താണ്, അതും കറക്റ്റാണ്. പക്ഷെ ഇവിടെ തെറ്റ് വരുന്നത് ചതുപ്പ് രോഗം. ചതുപ്പ് രോഗം എന്ന് പറയുന്നത് മലമ്പനിയാണ്. അപ്പോൾ ഇവിടെ തെറ്റായ ജോഡിയാണ് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കിട്ടിയില്ലേ? ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ശരി ഉത്തരം. അപ്പോൾ ഇതുപോലുള്ള ചോദ്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഞാൻ ചോദ്യം ആദ്യം വായിച്ചു തരും, നിങ്ങൾ ഉത്തരം കമൻറ്റ് ചെയ്യണം, എന്നിട്ട് നമ്മൾ ആൻസർ പരിശോധിക്കും. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. രണ്ടാമത്തെ ചോദ്യം, ചേരുംപടി ചേർക്കുക. ഓക്കെ, ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. കൽക്കരി ഖനികളിലെ തൊഴിലാളികൾക്കുണ്ടാകുന്ന രോഗം, തൊഴിൽജന്യ രോഗമാണ്. കൽക്കരി ഖനികളിലെ തൊഴിലാളികൾക്കുണ്ടാകുന്ന രോഗം: ആസ്ബറ്റോസിസ്, ന്യൂമോകോണിയോസിസ്, സിലിക്കോസിസ്. ടിൻ മൈക്ക സ്വർണം ഖനികളിലെ തൊഴിലാളികൾക്കുണ്ടാകുന്ന രോഗം: ആസ്ബറ്റോസ് ഫാക്ടറികളിലെ തൊഴിലാളികൾക്കുണ്ടാകുന്ന രോഗം. അപ്പം മൂന്ന് അല്ലെ, ഒരു ഭാഗത്ത് തൊഴിലിൻ്റെ അന്തരീക്ഷം പറഞ്ഞു, മറ്റവിടെ തൊഴിൽജന്യ രോഗങ്ങൾ പറഞ്ഞു. രോഗങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കിൽ തന്നെയുള്ളതാണ്. അപ്പോൾ കൽക്കരി ഖനികളിലെ തൊഴിലാളികൾക്കുണ്ടാകുന്ന രോഗം ഏതാണ് എന്ന് അറിയാമെങ്കിൽ ഇതിൻ്റെ ഉത്തരത്തിലേക്ക് വേഗം എത്താം. അതല്ലെങ്കിൽ ആസ്ബറ്റോസിസ് അല്ലേ, ആസ്ബറ്റോസ് ഫാക്ടറികളിലെ തൊഴിലാളികൾക്കുണ്ടാകുന്ന രോഗം, ആ രോഗം ഏതാണെന്ന് നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് കിട്ടാം ആസ്ബറ്റോസിസ് ആണ് എന്നുള്ളത്. അപ്പോൾ സി എന്ന് പറയുന്നത് 1 ആണ് അല്ലേ, സി 1 ആണ്. അപ്പോൾ സി 1 ഏതൊക്കെ ഉണ്ടെന്ന് നോക്കുക. ഇവിടെ നോക്കണേ, ഓപ്ഷൻ ഇട്ടിരിക്കുന്ന ആൾ നല്ലോണം ശ്രദ്ധിച്ചിട്ടുണ്ടോ? സി 1 ഇവിടെ വരും, ഇവിടെ വരും, ഇവിടെ വരും. അപ്പോൾ അത് മാത്രം നോക്കി നമ്മൾ ഉത്തരത്തിലേക്ക് എത്താൻ കഴിയില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇനി ബാക്കി എന്തുകൂടി നോക്കണം. കൽക്കരി ഖനിയും ടിന്നെ മൈക്ക സ്വർണം, ഇതിലേതെങ്കിലും നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ഉത്തരം എളുപ്പമാണ്. കൽക്കരി ഖനികളിലെ തൊഴിലാളികൾക്കുണ്ടാകുന്ന രോഗം ഏതാണ് എന്നൊരു ചോദ്യം വന്നാൽ കൽക്കരി ഖനികളിലുള്ളത് ന്യൂമോകോണിയോസിസ് ആണ് കേട്ടോ. ന്യൂമോകോണിയോസിസ് ആണ് കൽക്കരി ഖനികൾ. അങ്ങനെയാണെങ്കിൽ ടിന്നെ മൈക്ക സ്വർണം ഖനിയാണെങ്കിൽ എന്തായിരിക്കും? B1 ആയിരിക്കും. അപ്പോൾ എ എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, എ 2 ആണ്. ബി എന്ന് പറയുന്നത് ടിന്നെ മൈക്ക സ്വർണം ഖനികൾ എന്ന് പറയുമ്പോൾ അത് ഉത്തരം വരുന്നത് ഏതായിരിക്കും? ടിന്നെ മൈക്ക സ്വർണം ഖനികളിലുള്ളത് എന്ന് പറയുന്നത് സിലിക്കോസിസ് ആയിരിക്കും വരിക കേട്ടോ. സിലിക്കോസിസ് ഞാനിവിടെ അടയാളപ്പെടുത്തിയത് മാറിയതാണ്. ഓക്കെ, അതായത് ബി എന്ന് പറയുന്നത് ഏതായിരിക്കും വരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിലിക്കോസ്. കാരണം ഇത് 2 കഴിഞ്ഞല്ലോ, ഇനി എന്തേ ഉള്ളൂ? ബി എന്ന് പറയുന്നത് സിലിക്കോസിസ് ആണുള്ളത്. അപ്പോൾ ബി എന്ന് പറയുന്നത് 3 ആണ് വരുന്നത് അല്ലേ. അപ്പോൾ 2ഉം 3ഉം ആയിക്കഴിഞ്ഞു. അപ്പോൾ ആസ്ബറ്റോസിസ് ആയിരിക്കും അല്ലേ എന്തെന്ന് പറയുന്നത്, ആസ്ബറ്റോസ് ഫാക്ടറികളിലെ തൊഴിലാളികൾക്ക് ഉണ്ടാകുന്ന രോഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഓപ്ഷനിലേക്ക് വരാം. ഇത് എഴുതുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ A2 വരുന്ന ഏതുണ്ട്? 1 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഇത് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. സി ആണ് ഇവിടുത്തെ ശരി ഉത്തരം. സി ആണ് ഇവിടുത്തെ ശരി ഉത്തരം എന്ന് പറയുന്നത്. കിട്ടിയില്ലേ? മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. മൂന്നാമത്തെ ചോദ്യം, താഴെ പറയുന്നതിൽ തെറ്റായ പ്രസ്താവന ഏത്? താഴെ പറയുന്നത് തെറ്റായ പ്രസ്താവന: കാന്തങ്ങളുടെ സജാതീയ ധ്രുവങ്ങൾ ആകർഷിക്കുകയും വിജാതീയ ധ്രുവങ്ങൾ വികർഷിക്കുകയും ചെയ്യുന്നു. നോക്കണം,
കാന്തങ്ങളുടെ സജാതീയ ധ്രുവങ്ങൾ ആകർഷിക്കുകയും വിജാതീയ ധ്രുവങ്ങൾ വികർഷിക്കുകയും ചെയ്യുന്നു. കാന്തത്തിൻ്റെ ധ്രുവത്തിനോടടുത്ത ഭാഗങ്ങളിൽ കാന്തിക ശക്തി കൂടുതലായിരിക്കും. സി, കാന്തത്തിൻ്റെ ധ്രുവത്തിനോടടുത്ത ഭാഗങ്ങളിൽ നിന്നും അകന്നു പോകുന്തോറും കാന്തിക ശക്തി കുറവായിരിക്കും. ഡി, കാന്തത്തിന് ചുറ്റും കാന്തിക ശക്തി അനുഭവപ്പെടുന്ന മേഖലയെ കാന്തിക മണ്ഡലം എന്ന് വിളിക്കുന്നു എന്നും പറയുന്നു. ഇങ്ങനെ 4 പ്രസ്താവന തന്നിട്ടുണ്ട്. ഇതിൽ തെറ്റായ പ്രസ്താവന ഏതാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. 3ാമത്തെ ചോദ്യമാണ്. കാന്തങ്ങളുടെ സജാതീയ ധ്രുവങ്ങൾ ആകർഷിക്കുകയും വിജാതീയ ധ്രുവങ്ങൾ വികർഷിക്കുകയും ചെയ്യുന്നു. കാന്തത്തിൻ്റെ ധ്രുവത്തിനോടടുത്ത ഭാഗങ്ങളിൽ കാന്തിക ശക്തി കൂടുതലായിരിക്കും. കാന്തത്തിൻ്റെ ധ്രുവത്തിനോടടുത്ത ഭാഗങ്ങളിൽ നിന്നും അകന്നു പോകുന്തോറും കാന്തിക ശക്തി കുറവായിരിക്കും. കാന്തത്തിന് ചുറ്റും കാന്തിക ശക്തി അനുഭവപ്പെടുന്ന മേഖലയെ കാന്തിക മണ്ഡലം എന്ന് പറയുന്നു. ഇതിൽ തെറ്റായ പ്രസ്താവന ഏത്? നിങ്ങൾക്ക് വായിച്ചപ്പോൾ കിട്ടിയിട്ടുണ്ടാവും. ഇവിടെ നോക്കിയേ, സജാതീയ ധ്രുവങ്ങൾ ആകർഷിക്കുന്നു എന്നാണ് പറഞ്ഞത്. സജാതീയ ധ്രുവങ്ങൾ ശരിക്കും ആകർഷിക്കുകയാണോ ചെയ്യുക? അല്ല, വികർഷിക്കുകയാണ് ചെയ്യുക. വിജാതീയ ധ്രുവങ്ങൾ ആകർഷിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ തെറ്റ് വന്നിരിക്കുന്നത് ഇത് മാത്രമാണ്, എ മാത്രമാണ്. അപ്പോൾ തെറ്റായ പ്രസ്താവന എന്ന് പറയുമ്പോൾ ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം, 4ാമത്തെ ചോദ്യം. വൈദ്യുതി പ്രവഹിക്കുന്ന ചാലകത്തിന് ചുറ്റും ഒരു കാന്തിക മണ്ഡലം രൂപപ്പെടുന്നുണ്ട് എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാര്? വൈദ്യുതി പ്രവഹിക്കുന്ന ചാലകത്തിന് ചുറ്റും ഒരു കാന്തിക മണ്ഡലം രൂപപ്പെടുന്നുണ്ട് എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാര്? ജെയിംസ് മാക്സ്വെൽ, മൈക്കിൾ ഫാരഡെ, ക്രിസ്റ്റ്യൻ ഡാനിയേൽ, ക്രിസ്റ്റ്യൻ ഈസ്റ്റഡ്. ഓക്കെ, ക്രിസ്റ്റ്യൻ ഡാനിയേലും ഉണ്ട്, ക്രിസ്റ്റ്യൻ ഈസ്റ്റഡും ഉണ്ട്. ഉത്തരം ഏതാണെന്ന് കിട്ടിയിട്ടുണ്ടാവും. വൈദ്യുതി പ്രവഹിക്കുന്ന ഒരു ചാലകത്തിന് ചുറ്റും കാന്തിക മണ്ഡലം രൂപപ്പെടുന്നുണ്ട് എന്ന് കണ്ടെത്തിയത് ആരാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ നോക്കണേ. ക്രിസ്റ്റ്യൻ ഈസ്റ്റഡ്, ക്രിസ്റ്റ്യൻ ഡാനിയൽ, മൈക്കിൾ ഫാരഡെ, ജെയിംസ് മാക്സ്വെൽ. ഏതാണ് ഉത്തരം? കമൻറ്റ് ചെയ്യണേ. നിങ്ങൾ കമൻറ്റ് ചെയ്യണം. 4ാമത്തെ ആൻസർ കമൻറ്റ് ചെയ്യണം. ഓക്കെ അല്ലേ? യെസ്, കിട്ടിയില്ലേ? ഉത്തരം കിട്ടിയില്ലേ? യെസ്. 5ാമത്തെ ചോദ്യം. ചേരുംപടി ചേർക്കുക. ചേരുംപടി ചേർക്കുക. വൈദ്യുത പ്രവാഹ തീവ്രത, താപനില, പദാർത്ഥത്തിൻ്റെ അളവ്, പ്രകാശ തീവ്രത. ഇവിടെ നോക്കുക, കെൽവിൻ, കാൻഡ്ല, ആംബിയർ, മോള്. യൂണിറ്റാണ് പറഞ്ഞിട്ടുള്ളത്. വൈദ്യുത പ്രവാഹ തീവ്രതയുടെ യൂണിറ്റ് എന്താണ് എന്നാണ് ചോദ്യം. വൈദ്യുത പ്രവാഹ തീവ്രതയുടെ യൂണിറ്റ് എന്താണ് എന്നാണ് ചോദ്യം. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. 1 കെൽവിൻ ആണോ, കാൻഡ്ല ആണോ, ആംബിയർ ആണോ, മോളാണോ എന്ന് ചോദിക്കുക. വൈദ്യുത പ്രവാഹ തീവ്രത എന്ന് പറയുമ്പോൾ ആംബിയർ ആണ്. ആംബിയർ. അപ്പോൾ 1, 3 എത്ര ഓപ്ഷൻ ഉണ്ട് നോക്കുക. 1, 3 ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ഓപ്ഷൻ എ ആണ് അല്ലേ? ഇതാണ് ഇവിടുത്തെ ശരി ഉത്തരം. ഉറപ്പിക്കാവുന്നതാണ്. ഇനി പ്രകാശ തീവ്രതയുടെ യൂണിറ്റ് ചോദിക്കാം. 4 കാൻഡ്ലയാണ് വരുന്നത്. 4 കാൻഡ്ലയാണ് വരുന്നത്. അതായത് നോക്കി 4, 2 ആണ്. ഇനി നമുക്ക് ഒന്നുകൂടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് താപനിലയുടെ യൂണിറ്റ് നോക്കാം അല്ലേ? 2. താപനിലയുടെ യൂണിറ്റ് കെൽവിൻ. താപനിലയുടെ യൂണിറ്റ് എന്താണ്? കെൽവിൻ ആണ്. താപനിലയുടെ യൂണിറ്റ് എന്താ? കെൽവിൻ ആണ് അല്ലേ? ഇനി പദാർത്ഥത്തിൻ്റെ അളവ് 3 എന്ന് പറയുന്നത് മോളാണ്. ഓക്കെ അല്ലേ? കിട്ടിയില്ലേ? ചേരുംപടി ചേർക്കാനുള്ളത് എളുപ്പമായിട്ട് കിട്ടിയില്ലേ? 1, 3, 2, 1, 3, 4, 4, 2 ഇങ്ങനെയാണ് വരിക അല്ലേ? 4, 2 വന്നു, 2, 1 വന്നു. ഓക്കെ അല്ലേ? അപ്പോൾ ഇങ്ങനെ നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കാം. ഡയറക്റ്റായിട്ട് ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കാതെ, പണ്ടത്തെ പരീക്ഷയിലേക്കൊക്കെ ഡയറക്റ്റായിട്ട് ഒരെണ്ണം ചോദിക്കും. ഇപ്പോൾ ഇങ്ങനെ 4 തന്നിട്ട് എന്ത് ചെയ്യാനാണ്? ഒന്നുമില്ലെങ്കിൽ തെറ്റായ ജോഡി, അല്ലെങ്കിൽ ചേരുംപടി ചേർക്കുക, അല്ലെങ്കിൽ ഒരു പ്രസ്താവന തന്നിട്ട് അത് ഇതിൽ കറക്റ്റായിട്ടുള്ള പ്രസ്താവന ചോദിക്കാം. ചിലപ്പോൾ തെറ്റായ പ്രസ്താവന ചോദിക്കാം. അപ്പോൾ ഇങ്ങനെയാണ്, നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. ഒന്ന് സമയമെടുത്താൽ ഉത്തരത്തിലെത്താം. അടുത്ത ചോദ്യം. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന. ഒരു വസ്തുവിൻ്റെ ആദ്യ സ്ഥാനവും അന്ത്യസ്ഥാനവും തമ്മിലുള്ള നേർരേഖാ ദൂരമാണ് സ്ഥാനാന്തരം. യൂണിറ്റ് സമയം കൊണ്ട് സഞ്ചരിച്ച ദൂരമാണ് വേഗം. യൂണിറ്റ് സമയത്തിലുണ്ടായ സ്ഥാനാന്തരമാണ് പ്രവേഗം. വേഗതയും ദൂരവും സദിശ അളവിനുദാഹരണമാണ്. പ്രവേഗം അദിശ അളവിനുദാഹരണമാണ്. താഴെ പറയുന്നതിൽ തെറ്റായ പ്രസ്താവന. ഒരു വസ്തുവിൻ്റെ ആദ്യ സ്ഥാനവും അന്ത്യസ്ഥാനവും തമ്മിലുള്ള നേർരേഖാ ദൂരത്തെയാണ് നമ്മൾ സ്ഥാനാന്തരം എന്ന് പറയാം. സമാന്തരമല്ല, സ്ഥാനാന്തരം എന്ന് പറയാം. കറക്റ്റ് അല്ലേ? കറക്റ്റാണ്. യൂണിറ്റ് സമയം കൊണ്ട് സഞ്ചരിച്ച ദൂരമാണ് വേഗം. അതും കറക്റ്റാണ്.
ഇനി യൂണിറ്റ് സമയത്തിനുണ്ടായ സ്ഥാനാന്തരമാണ് എന്തെന്ന് പറയുന്നത് പ്രവേഗം എന്ന് പറയുന്നത്. അതും കറക്റ്റാണ്. അപ്പോൾ ഇവിടെ തെറ്റ് വരാനുള്ള സാധ്യത ഒന്നേ ഉള്ളൂ. തെറ്റല്ലേ കണ്ടുപിടിക്കാൻ പറഞ്ഞത്? അത് ഓപ്ഷൻ ഡി. അപ്പോൾ ഇവിടുത്തെ തെറ്റെന്താണെന്ന് ആദ്യം മനസ്സിലാക്കണ്ടേ. വേഗതയും ദൂരവും സദിശ അളവാണ് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സദിശ അളവല്ല, അദിശ അളവാണ്. പ്രവേഗം സദിശ അളവാണ്. മനസ്സിലായോ? അതാണ് ഇവിടുത്തെ തെറ്റായ ഉത്തരത്തിനുള്ള കാരണം. അതാണ്. ഏഴാമത്തെ ചോദ്യത്തിലേക്ക് വരാം. വസ്തുവുമായി സമ്പർക്കമില്ലാത്ത ഒരു വസ്തുവിൽ പ്രയോഗിക്കുന്ന ബലമേത്? വസ്തുവുമായി സമ്പർക്കമില്ലാതെ ഒരു വസ്തുവിൽ പ്രയോഗിക്കുന്ന ബലമേത്? പ്രതല ബലം, സമ്പർക്കരഹിത ബലം, ഘർഷണ ബലം, കേശികത്വ ബലം. വസ്തുവുമായി സമ്പർക്കമില്ലാതെ ഒരു വസ്തുവിൽ പ്രയോഗിക്കുന്ന ബലം ഏത് എന്നാണ് ചോദ്യം. സമ്പർക്കരഹിത ബലമാണ് കേട്ടോ. ഉത്തരം സമ്പർക്കരഹിത ബലം എന്നാണ്. എട്ടാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകളേവ? ശരിയായ പ്രസ്താവനയാണ് പറഞ്ഞിട്ടുള്ളത്. പ്രകൃതിയിൽ നിന്നും നേരിട്ട് ലഭിക്കുന്ന കാന്തത്തെ സ്വാഭാവിക കാന്തങ്ങൾ എന്ന് പറയുന്നു. ക്ലിയർ? സ്വാഭാവിക കാന്തങ്ങൾ സ്വതന്ത്രമായി തൂക്കിയിട്ടാൽ ഒരു പ്രത്യേക ദിശ സൂചിപ്പിക്കുന്നതിനാൽ അവ ലീഡിംഗ് സ്റ്റോൺ എന്നറിയപ്പെടുന്നു. ലീഡിംഗ് സ്റ്റോൺ. സ്വതന്ത്രമായി ചലിക്കത്തക്ക രീതിയിൽ ഒരു കാന്തത്തെ ക്രമീകരിച്ചാൽ അത് എപ്പോഴും തെക്കുവടക്ക് ദിശയായിരിക്കും സൂചിപ്പിക്കുക. കാന്തത്തിന്റെ സജാതീയ ധ്രുവങ്ങൾ വികർഷിക്കുകയും, നമ്മൾ ആദ്യത്തെ ചോദ്യത്തിൽ പറഞ്ഞ പോലെ വിജാതീയ ധ്രുവങ്ങൾ ആകർഷിക്കുകയും ചെയ്യുന്നു. നമ്മളത് ഓൾറെഡി തിരുത്തിയതാ. അപ്പോൾ ഇത് കറക്റ്റ് അല്ലേ? സ്വതന്ത്രമായി ചലിക്കത്ത രീതിയിൽ കാന്തത്തെ ക്രമീകരിച്ചാൽ അത് എങ്ങനെയായിരിക്കും? തെക്ക് വടക്കായിരിക്കും കാണിക്കുക. അതും കറക്റ്റാണ്. സ്വാഭാവിക കാന്തങ്ങൾ സ്വതന്ത്രമായിട്ട് തൂക്കിയിട്ടാൽ ഒരു പ്രത്യേക ദിശ കാണിക്കുന്നതുകൊണ്ട് സ്വാഭാവിക കാന്തങ്ങളെ ലീഡിംഗ് സ്റ്റോൺ എന്നാണ് പറയുക. അതും കറക്റ്റാണ്. പ്രകൃതിയിൽ നിന്ന് നേരിട്ട് ലഭിക്കുന്ന കാന്തത്തെ സ്വാഭാവിക കാന്തങ്ങൾ എന്ന് പറയുന്നു. അതും കറക്റ്റാണ്. അപ്പോൾ ഇവിടെ താഴെ പറയുന്ന ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചത്. 1, 2, 1, 2, 3, 1, 3 ഇവയെല്ലാം. അപ്പോൾ ഓപ്ഷൻ ഏതായിരിക്കും? ഇവയെല്ലാം എന്നുള്ളതാണ് ഉത്തരം കേട്ടോ. ഇവയെല്ലാം. ഒൻപതാമത്തെ ചോദ്യം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായ രീതിയിൽ ക്രമീകരിക്കുക. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായ രീതിയിൽ ക്രമീകരിക്കുക. ശ്രദ്ധിക്കണം. കാർബൺ 14, ഫോസ്ഫറസ് 31, യുറേനിയം 235, അയഡിൻ 131. ഇതിനെ ശരിയായ രീതിയിൽ ഇതാക്കണം. സസ്യങ്ങളെ ട്രേസറായി ഉപയോഗിക്കുന്നു, വൈദ്യശാസ്ത്ര രംഗത്ത് ഉപയോഗിക്കുന്നു, ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്നു, ആണവ നിലയങ്ങളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നു. ഇതിൻ്റെ ഉത്തരം എന്താണെന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഇത് നമ്മൾ എന്ത് ചെയ്യണം? ചേർക്കണം അല്ലേ? അപ്പോൾ നോക്കുക. ഇതിൻ്റെ ഉത്തരം വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റണം. ഓപ്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയുമായിരിക്കും അല്ലേ? ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് അറിയുമായിരിക്കും. ഇതിലെ ആണവ നിലയങ്ങളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നത് ഏതാണെന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയുമായിരിക്കും. ആണവ നിലയങ്ങളിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത് ഏതാണ്? യുറേനിയം 235 ആണ്. യുറേനിയം 235 ആണവ നിലയങ്ങളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നു. അപ്പോൾ 3, 4 ആയിട്ടുള്ള എത്ര ഓപ്ഷൻ ഉണ്ട് നോക്കുക. 3, 4 ഉള്ള എത്ര ഓപ്ഷൻ ഉണ്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. 3, 4 ഉള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ. ഓപ്ഷൻ ബി ആണ്. അപ്പോൾ ഇത് തന്നെയാണ് ഇവിടുത്തെ ശരി ഉത്തരം. വേണമെങ്കിൽ കാർബൺ 14 ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ 1, 3 അല്ലേ? 1, 3. 2 എന്ന് പറയുന്നത് ഫോസ്ഫറസ് 31 സസ്യങ്ങളുടെ ട്രേസർ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. പിന്നെ അയഡിൻ 131 എന്തിനുപയോഗിക്കുന്നു? വൈദ്യശാസ്ത്ര രംഗത്ത് ഉപയോഗിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനെയായിരിക്കും വരിക. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ശരി ഉത്തരം. ഓക്കെ അല്ലേ? 10ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. 10ാമത്തെ ചോദ്യം. ദൈവകണം എന്നറിയപ്പെടുന്നത് എന്താണ്? ഫെർമിയോണുകൾ, ഹിഗ്സ് ബോസോൺ, പ്ലാസ്മ, ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ഏതാണ് ദൈവകണം? ഹിഗ്സ് ബോസോൺ ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം. അപ്പോൾ 10 ചോദ്യമാണ് നമ്മൾ നോക്കിയത്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾ ഇനിയും വർക്കൗട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. അടുത്ത ദിവസം പുതിയൊരു ക്ലാസ്സുമായിട്ട് വരാം. PG3 അക്കാദമിയിൽ LP UPക്ക് വേണ്ടിയിട്ടുള്ള ക്രാഷ് കോഴ്സ് കഴിഞ്ഞ തിങ്കളാഴ്ച, അതായത് ഇന്നലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മാർച്ച് 4-ാം തീയതി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനും കോഴ്സ് ജോയിൻ ചെയ്യാനും ഇതുപോലത്തുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്യാനും റെഗുലറായിട്ട് ആഴ്ചയിൽ 2 മോഡൽ എക്സാമുകൾ എഴുതി പോകാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചുവടെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. ഇന്നലെ ആരംഭിച്ച ബാച്ചിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. 1800 രൂപയാണ് നമ്മുടെ കോഴ്സിൻ്റെ ഫീസ് വരുന്നത്. ഇന്ന് നമ്മുടെ ഈ ഒരു ക്ലാസ് കണ്ടതിന് ശേഷം വിളിക്കുന്ന
ഒരു കുറച്ച് പേർക്ക് എന്ത് ചെയ്യാവുന്നതാണ്, നമുക്കൊരു ചെറിയ ഫീസ് ഡിസ്കൗണ്ട് അവൈലബിൾ ആണ്. അപ്പോൾ ഫീസ് ഡിസ്കൗണ്ടിനെ കുറിച്ച് അറിയാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഓക്കെ, ഇന്നും നാളെയോ ആയിട്ടായിരിക്കും ഈ ഫീസ് ഡിസ്കൗണ്ട് ഉണ്ടാവുക. ഫീസ് ഡിസ്കൗണ്ടിനെ കുറിച്ച് അറിയാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ചൂടെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക. 1800 രൂപയുടെ കോഴ്സാണ് നമ്മളിനി ഒരു ചെറിയ ഓഫറിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.